ഷഹീദാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, അയാൾ ഷഹീദാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്കാർക്കും അവകാശമില്ല. അതിനുള്ള അനുവാദം നമ്മുടെ ദീന് നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനൊക്കെ ഷഹീദാണെന്ന് പറയണമെങ്കിൽ അവരുടെ വിവരക്കേട് എത്രയായിരിക്കും? ഈ ഇറാന്റെ ഭരണാധികാരിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അയാൾ ആരാണ്? അയാൾ മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരത എത്രയാണ്? അയാള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? ആ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകം മാത്രം, ആ പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. അൽ ഖവാസ് വൽ ലഹ്ബാത്തുൽ മസീരിയ എന്ന പേരില് അലി അൽ ഖാംനഈ അദ്ദേഹം എഴുതിയിട്ടുള്ള കിതാബ്. ആ കിതാബില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് ആ മനുഷ്യൻ പറയുന്നത്, ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് ഭിന്നതയുണ്ടാക്കിയ ആള് അബൂബക്കറാണ്. ഈ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അബൂബക്കറും മുഗീറത്ത് ബിൻ ശുഅബയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് തടഞ്ഞവനായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ആരാണ് അബൂബക്കർ? ഇപ്പൊ നമ്മളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ചെറുപ്പത്തില് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നു. ആ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്നു. പിന്നീട് മുസ്ലിം ആയതിനു ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ വല്ലാതെ സങ്കടപ്പെടുന്നു. ഷിയാക്കൾ ഉണ്ടാക്കിയ കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അങ്ങേയറ്റം വെറുക്കുന്ന റാഫിളിയാക്കൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ജാഹിലിയത്തിലോ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. അറബികൾ എല്ലാവരും പെൺകുട്ടികളെ ജീവനോട് കൂടി കുഴിച്ചു മൂടിയവരല്ല. ഖുറൈശികൾക്കിടയിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ ഹഫ്സയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. അപ്പൊ മൂത്ത മകളെ കൊല്ലാതെ പിന്നെ വേറൊരു മോളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലേ? അത് റാഫിദിയാക്കൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. കാരണം അത്രക്കും ദേഷ്യവും വെറുപ്പും അബൂബക്കറിനോടും ഉമറിനോടൊക്കെ ഷിയാക്കൾക്കുണ്ട്. നമ്മള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നാ പറയുന്നത്. ഷിയാക്കൾ എന്താ പറയുന്നത്? ലഅനഹുല്ലാഹ് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് ആ കിതാബില് ഈ പറഞ്ഞ ഷഹീദ് എന്ന് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യന്മാർ വിളിക്കുന്ന ഈ ചങ്ങാതി എഴുതി വെച്ചിട്ടുള്ളത്, ആയിഷ റളിയല്ലാഹു അൻഹ കള്ള സാക്ഷ്യത്തിന് കൂട്ടുനിന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ആയിഷ ബീവി, ഇവർ രണ്ടുപേരും കള്ളസാക്ഷ്യത്തിന് കൂട്ടുനിന്നു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ബിൻ ഉമറും അവർക്കൊക്കെ സത്യം അറിയാമായിരുന്നു. പക്ഷേ ദുനിയാവിനോടുള്ള മോഹം കാരണം ആ സത്യം അവർ മറച്ചു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ പറ്റിയിട്ട്, നമ്മുടെ ഉമ്മയെ പറ്റിയിട്ട് ഇയാൾ എഴുതി വെച്ചതാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും പറ്റിയിട്ട് ഇയാൾ എഴുതിയിട്ടുള്ളത്, അംർ ഇബ്നു ആസിന്റെ ഉമ്മ വ്യഭിചാരിണിയായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ പറ്റിയിട്ട് അത്രക്കും മോശമായ നിലപാടുകളാണ് ഷിയാക്കൾക്കുള്ളത്, പ്രത്യേകിച്ച് റാഫിദിയാക്കൾക്കുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ചതിയനും വഞ്ചകനുമായിട്ടാണ് ഈ കിതാബിൽ ഇയാൾ ചിത്രീകരിക്കുന്നത്. ഈ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ ഷഹീദ് എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? അപ്പൊ നമ്മളിങ്ങനെ പറയും, അപ്പൊ നിങ്ങള് അമേരിക്കന്റെ കൂടെയാണോ? അപ്പൊ നിങ്ങൾ ഇസ്രായേലിന്റെ കൂടെയാണോ? നമ്മൾ അമേരിക്കന്റെ കൂടെയല്ല, ഇസ്രായേലിന്റെ കൂടെയല്ല, ഇറാന്റെ കൂടെയുമല്ല. ഇത് മൂന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇറാനും. അവരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഷിയാക്കളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. പാലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാണിച്ച ക്രൂരത നമുക്കറിയാം. ഫിലസ്തീനിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ പാവപ്പെട്ട മക്കളെക്കാളും എത്രയോ ഇരട്ടിയാണ് സിറിയയിൽ സുന്നികളായ മനുഷ്യരോട് ബഷാറുൽ അസദ് എന്ന ഷിയഈ ഭരണാധികാരി കാട്ടിക്കൂട്ടിയ കൂട്ടക്കുരുതി. അത് നമ്മൾ അറിയോ? നമ്മളെ മീഡിയ നമുക്കത് എത്തിച്ചു തന്നിട്ടില്ല. മീഡിയകൾക്ക് അജണ്ടയുണ്ട്. ആ അജണ്ടകൾക്കനുസരിച്ച് ഒരു വാർത്ത കൊടുക്കുള്ളൂ. ഫിലസ്തീനിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് സിറിയയിൽ ഈ പറഞ്ഞ ഷിയാക്കള് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഈ ഇറാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി, സഹായത്തോടുകൂടി. അതുകൊണ്ട് ഒരു ഇസ്ലാമിന്റെ സംരക്ഷകരായിട്ടും മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ടും ചിത്രീകരിക്കപ്പെടുമ്പോ അത് ശരിയല്ല. സഹാബിമാരെ ചീത്ത വിളിച്ച ഒരു മനുഷ്യരെ എങ്ങനെയാണ് നമുക്ക് ഷഹീദ് എന്ന് വിളിക്കാൻ കഴിയുക?
ഉറക്കെ നമ്മൾ പ്രഖ്യാപിക്കണം. എല്ലാ സഹാബിമാരെയും സ്നേഹിക്കുക എന്നതാണ് അഹ്ലുസുന്നയുടെ അഖീദ. സഹാബിമാരോട് വെറുപ്പുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ദീൻ ആചരിക്കുക? ഈ ദീൻ നമുക്ക് എത്തിച്ചെന്നത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കാതുകൾ കൊണ്ട് നേരിട്ട് കേട്ടവരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ആ അനുചരന്മാർ ഒരാൾ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ, അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അവർ ദീനിന്റെ ശത്രുക്കളാണ്. സഹാബിമാരെ ചീത്ത വിളിക്കുന്നവൻ ദീനിന്റെ ശത്രുക്കളാണ്. وقل إن خير الناس بعد محمد وزيراه قدما ثم عثمان الأرجح ورابعهم خير البرية بعدهم علي حليف الخير بالخير منجح وإنهم للرهط لا ريب فيهم على نجب الفردوس بالنور تسرح سعيد وسعد وابن عوف وطلحة وعامر فهر والزبير الممدح. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ സഹാബിമാരെ പറ്റിയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരൊറ്റ കിതാബിലുള്ള ഉദ്ധരണികളാണ്. ഒറ്റ കിതാബില് ഈ പറഞ്ഞ അലി ഖാംനഈ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പൊ എത്ര വലിയ അപരാധമാണ് സഹാബിമാരോട് ഷിയാക്കൾ കാണിച്ചിട്ടുള്ളത്, റാഫിദിയാക്കൾ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ പക്വമായിട്ട് ഇടപെടുക. ഇസ്ലാം എന്ന് പറഞ്ഞ വികാരമല്ല, വിവേകത്തോടു കൂടി ഇടപെടുക. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഗൗരവപരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മുടെ നിലപാട് എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? നമ്മുടെ ദീൻ എന്താണ് നമ്മളോട് പറയുന്നത്? ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇത് നമ്മുടെ വിശ്വാസകാരിയാണ്, ഇത് നമ്മുടെ അഖീദയുടെ വിഷയമാണ്. അപ്പൊ അത് ആ ഗൗരവത്തിൽ തന്നെ കാണാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെ ഒക്കെ മുകളിൽ ഒരു അല്ലാഹു ഉണ്ട്. ആ റബ്ബിൽ നമ്മൾ പ്രതീക്ഷ വെക്കുക. അതാണ് ബദർ നമുക്ക് തരുന്ന സന്ദേശവും. അല്ലാഹു നമ്മുടെ ഒക്കെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നൽകട്ടെ. ആ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലാഹു പൂർണ്ണമായിട്ടുള്ള ശാന്തി തിരിച്ചു നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനത്തെ 10ലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നുപോയി. എത്ര പെട്ടെന്നാണ് ഈ ദിവസങ്ങൾ കടന്നു പോയതെന്ന് നമ്മൾ ആലോചിക്കുക. അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞത് എത്ര സത്യാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവസാനത്തെ 10 നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങുക. അരമുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ഇബാദത്തുകൾ സജീവമായി പള്ളിയിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ല, അരമുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് കുടുംബത്തെ വിളിച്ചുണർത്തി രാത്രിയെ ജീവിപ്പിച്ചിരുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇപ്പൊ രാത്രി നിസ്കാരങ്ങളിൽ ഇത്ര ദിവസം നമുക്ക് കണിശതയില്ലായിരുന്നുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആകാൻ പറ്റൂല. ഖുർആൻ പാരായണത്തിൽ നമ്മൾ ഒരുപാട് പറകിലായിരുന്നുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആകാൻ പറ്റൂല. സ്വതക്കയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് വരണം. ഇബാദത്തുകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട് വരും ദിവസങ്ങൾ സജീവമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. 10 ദിവസവും ഇഅ്തികാഫിരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുക. ഇനി രാത്രികളിൽ മാത്രം കഴിയുന്നവർ അങ്ങനെ പ്ലാൻ ചെയ്യുക. കുറച്ച് സമയം കഴിയുന്നവർ അങ്ങനെയൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു ഇനി ശേഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനം